ഒരു കാലഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ നമ്മുടെ നഗരസഭയ്ക്ക് തന്നെ അപമാനം എന്ന് കരുതുന്ന ഒരു കൗൺസിലറായി പ്രവർത്തിക്കുന്ന ആർ സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർ കഴിഞ്ഞ ഒരു 7-8 വർഷങ്ങൾ കൊണ്ട് തന്റെ പേരിനകത്ത് നിരവധിയായിട്ടുള്ള ക്രിമിനൽ കേസുകളുണ്ട്. കൗൺസിലർ ആകുന്നതിന് മുമ്പ് ഒരു കൂട്ടം കേസ്, കൗൺസിലർ ആയതിനു ശേഷവും വീണ്ടും ക്രിമിനൽ കേസുകളുടെ പ്രതിയാകുകയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്ന രാഷ്ട്രീയ സമരങ്ങളല്ല ഇത്. നമ്മുടെ നാട്ടിനകത്ത് തന്നെ ആളിനും സ്വത്തിനുമെല്ലാം ഭീഷണിയാകുന്ന രൂപത്തിലേക്ക് ആളുകളുടെ തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ആളായി ഈ ആർ സുഗതൻ മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള പരാതികൾ വന്നു. 2012 മുതൽ തന്നെ ഇവിടെ ഗുണ്ട ആക്ടിനകത്ത് പേര് ഉള്ള ആളാണ് ഈ സുഗതൻ എന്ന് പറയുന്നത്. അയാളുടെ കൂട്ടത്തിലെന്ന് പറയുന്നത് നമ്മുടെ നഗരത്തിനകത്തുള്ള ഒരു വൻകിട ഗുണ്ട റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുകയാണ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. എല്ലാവിധത്തിലുമുള്ള സംരക്ഷണം കൊടുക്കുകയും അതിന്റെ നേതാവായി പ്രവർത്തിക്കുന്ന ആളായി ആർ സുഗതൻ മാറിയിരിക്കുകയാണ്. ആ സുഗതൻ എന്ന് പറയുന്ന ആള് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് കൌൺസിൽ മീറ്റിംഗ് നടക്കുമ്പോൾ 2 മാസമായിട്ട് ഇവിടെ കാണാനില്ലാത്ത കാരണമെന്ന് പറയുന്നത് അറസ്റ്റ് വാറന്റ് കിടക്കുന്നത് കൊണ്ട് പോലീസിന്റെ അറസ്റ്റ് ഭയന്നിട്ടാണ് ഈ കൌൺസിലിലേക്ക് വരാത്തത്. ആ വാർഡിനകത്ത് നിരവധിയായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളുണ്ട്. ആ ജനകീയ പ്രശ്നങ്ങളെ അന്വേഷിച്ച് അവിടുത്തെ ജനങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ആർ സുഗതൻ എന്ന് പറയുന്ന ആള് ജയിലിൽ പോകുന്നത് കൊണ്ട് തന്നെ പേടിച്ച് ഈ പറയുന്നത് പോലെ തന്നെ ഒളിവിൽ ജീവിക്കുന്ന ആളായി മാറിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഉള്ളത്. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് കൌൺസിൽ വന്നിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് മൂന്നാമതൊരു കൌൺസിലിനകത്ത് കൂടി വരാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ കൌൺസിലറുടെ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്ത് പോകുമെന്നുള്ളതുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന മേയർ ബോധപൂർവം ഇവിടെ നഗരത്തിനകത്തുള്ള വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ, മഴക്കാലത്തിനകത്ത് വന്നിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ സാധാരണഗതിയിൽ വെള്ളത്തിനും വൈദ്യുതിയും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റും അതുപോലെ തന്നെ വെള്ളം കെട്ടുന്ന പ്രശ്നങ്ങളുമെല്ലാം നീറുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് വന്നപ്പോൾ പോലും അത് കൌൺസിൽ വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേയർ തയ്യാറാവുന്നില്ല. മേയർ തയ്യാറാവാത്തതിന്റെ ഭാഗമെന്ന് പറയുന്നത് ഈ പറയുന്ന കോടതിക്കകത്ത് നിന്ന് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുകയാണ് സുഗതൻ. ആ സുഗതന്റെ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ ഇവിടുത്തെ കൌൺസിൽ കൂടണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ മേയർ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു മേയർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടുണ്ടോ? യഥാർത്ഥത്തിൽ ഗുണ്ടാ സുഗതൻ എന്ന് പറയുന്ന ആൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്നവനായിട്ട് ഈ പറയുന്ന മേയർ മാറിയിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ മേലിൽ എന്ന് പറയുന്ന രൂപത്തിൽ മേയർ എന്ന് പറയുന്നത് ഗുണ്ടകൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്നവനായി മാറിയിരിക്കുകയാണ്. അയാളെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സുഗതൻ നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന് മുഴുവൻ സഹായിക്കുന്ന രൂപത്തിലേക്കാണ് ഈ കൌൺസിലറുടെ BJP അംഗങ്ങൾ മാറിക്കൊണ്ട് ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അയാളെ പോലീസ് വാറന്റ് ഉണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ പറയുന്നത് പോലെ തന്നെ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. കാപ്പ എന്ന് പറയുന്നത് ഇവിടെ മേയർ പറയുന്നത് പോലെ തന്നെ പൊട്ടത്തനമല്ല. കാപ്പ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് കേവലം ഒരു ദിവസം കൊണ്ടെടുക്കുന്ന പ്രൊസീജിയർ അല്ല. ഇത് 2012 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പോലീസ് അതോറിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്താൽ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് കളക്ടറാണ് തീരുമാനിക്കുന്നത്. ആ കളക്ടറാണ് ഈ പറയുന്ന കാപ്പ കേസ് എടുത്തിരിക്കുന്നത്. ആ കാപ്പ കേസ് എടുത്തിരിക്കുന്ന പ്രതിയെ ന്യായീകരിക്കുന്ന രൂപത്തിലേക്ക് ഈ മേയർ മാറുന്നു. മേയറുടെ നിർദ്ദേശാടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർ, കൌൺസിലിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷൻ വളയാൻ വേണ്ടിയിട്ട് സമരവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ലജ്ജാകരമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ നാട്ടിലെ ഗുണ്ടായിസം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കൌൺസിലർമാരായി പ്രവർത്തിക്കുന്ന BJPയുടെ നേതൃത്വം തന്നെ ഈ ഗുണ്ടാ പണി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവരെല്ലാം സ്വയം ഗുണ്ടകളായി മാറുന്ന രൂപത്തിലേക്ക് മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടത്തിയ ഇവിടുത്തെ ഈ കോർപ്പറേഷന്റെ കൌൺസിലർമാർ നടത്തിയത് എന്താ? പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. ഇവിടുത്തെ കാപ്പ സംവിധാനത്തെയും ഇവിടുത്തെ ഹൈക്കോടതിയാണ് വെല്ലുവിളിക്കുന്നത്. നിയമപരമായിട്ടുള്ള ഒരു നടപടിക്രമത്തിലേക്ക് ഒരു ഗുണ്ട എന്ന് പറയുന്ന അയാളെ ആ റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾക്കറിയാവുന്നതാണ് ഈ പറയുന്ന നടപടികളെന്ന് പറയുന്നത് ഇയാളെ പുറത്തു വിട്ടാൽ
ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും അപകടമായതുകൊണ്ടാണ് ഉള്ളത് പിന്നെ ഇയാളെ പിടിച്ച് ചട്ടിക്കകത്തിട്ട് ഈ പറയുന്നത് പോലെ തന്നെ സെൻട്രൽ ജയിലിനകത്ത് റിമാൻഡ് ചെയ്യണമെന്നുള്ളതാണ് ഈ പറയുന്ന കളക്ടറുടെ നിർദ്ദേശം എന്ന് പറയുന്നത്. ആ നിർദ്ദേശം കൊടുത്തിട്ട് ആ ഉത്തരവ് കൊടുത്തിട്ട് ആ ഉത്തരവിനെ കാറ്റിപ്പറത്തുന്ന രൂപത്തിലേക്കാണ് ചെയ്യുന്നത്. ചില പൊട്ടത്തനങ്ങൾ പറയുകയാണ് യഥാർത്ഥത്തിൽ മേയർ ചെയ്യുന്നതെന്നുള്ളതാണ്. എന്ത് രാഷ്ട്രീയ വിരോധമാണുള്ളത്? ഇവിടെ നമ്മുടെ നഗരസഭയ്ക്കകത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ നഗരസഭയ്ക്കകത്ത് സാധാരണഗതിയിൽ മാന്യമായി താമസിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ ഈ തിരുവനന്തപുരത്തെ നഗരസഭയ്ക്കകത്ത് താമസിക്കുന്നത്. അവരെ അവഹേളിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? എത്ര കേസിനകത്താണ് ഇയാള് പ്രതിയായി മാറിയിരിക്കുന്നത്? ചെറിയ കേസുകളാണോ? സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, ഈ പറയുന്നത് പോലെ കമ്പിക്കിട്ട് അടിച്ച് കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന അടിച്ചു കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഇയാൾ തന്നെ പ്രവർത്തനം നടത്തുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിടിച്ചുപറി തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഈ പറയുന്ന കണക്ക് ആളെ ഭീഷണിപ്പെടുത്തുക, അവരുടെ സ്വത്തിന് പിന്നെ പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇയാളുടെ ഒരു ചരിത്രം എടുത്തു നോക്കൂ. സിനിമ വെല്ലുന്ന ചരിത്രമല്ലേ ഉള്ളത്? ഓട്ടോറിക്ഷക്കാരനായി വന്നിട്ടുള്ള ഒരാള് ഒരു അധോലോക നായകനായി മാറുന്നത് ഈ തലസ്ഥാനത്ത് നമ്മൾ ഇവിടുത്തെ ജനവാസികൾ കണ്ടിട്ടുള്ളതല്ലേ? ഇവിടെ രാഷ്ട്രീയമായിട്ട് പലതരത്തിലുള്ള കൌൺസിലർമാർ ഇവിടെ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ കാപ്പ കേസിനകത്തും ഇതുപോലുള്ള ഒരു വലിയ ഒരു ക്രിമിനലായിട്ടുള്ള ഒരാള് കൌൺസിലർഷിപ്പിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ്. ഇതിന് BJP നേതൃത്വം കൊടുക്കുകയാണ്. അവർ ഈ കോർപ്പറേഷൻ കിട്ടിയതിനെ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPയും RSS വൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, RSSനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടിലുള്ള ക്രിമിനലുകളെ മുഴുവൻ, ഇതാണ് ഈ കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഞങ്ങളെ കൂടെ ഈ ക്രിമിനലായിട്ടുള്ള ആളുകളെല്ലാം വന്നു കഴിഞ്ഞാൽ അവരെയെല്ലാം സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് നഗരസഭയുടെ മേയറും നഗരസഭയും എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സന്ദേശം എന്ന് പറയുന്നത്. എത്രയോ ദിവസങ്ങളായിട്ട് കാണുന്നതാണ് ഈ ഗുണ്ടകൾ തേറി ഇറങ്ങി നടക്കുന്ന സ്ഥലമായി നഗരസഭ മാറുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുകയാണ്. ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മേയർ ഉടൻ തന്നെ കൌൺസിൽ വിളിച്ചുകൂട്ടി ഇത് ചർച്ച ചെയ്ത് ഈ കാപ്പ കേസിനകത്ത് പ്രതിയായിട്ടുള്ള ഈ ക്രിമിനലിനെ ഈ കൌൺസിലിനകത്തുനിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കണം. കൌൺസിൽ അടിയന്തരമായിട്ട് വിളിച്ചുകൂട്ടി അത് ഈ കാര്യങ്ങൾ വളരെ ഗൌരവമായിട്ടുള്ള വിഷയം, ഈ അപമാനം, ഈ പറയുന്ന നഗരസഭയ്ക്ക് അപമാനം ഉണ്ടാക്കിയിട്ടുള്ള ഈ വിഷയത്തെ സംബന്ധിച്ച് ഇത് ചർച്ച ചെയ്ത് ഇയാളെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കണം. അതെടുക്കാത്ത പക്ഷം ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ജനകീയ സമരം ഈ തലസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരും. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു സമരം, അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ മേയർ ഉൾപ്പെടെയുള്ളവർ, ഈ കൌൺസിലിനകത്ത് പ്രവർത്തിക്കുന്ന അംഗങ്ങളായിട്ടുള്ളവർ, ഇവര് നമ്മുടെ നഗരത്തിനകത്തുള്ള പോലീസ് സംവിധാനത്തെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിനകത്ത് ഉള്ള നിയമ സംവിധാനത്തെയും വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്നവരായി മാറുന്ന സ്ഥിതിയിലേക്ക് കൌൺസിൽ മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളെ വാർഡുകളിൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത് പുറത്താക്കണം, സുഗതനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധ സമരങ്ങൾ 13, 14 തീയതികളിൽ വാർഡുകളിലേക്ക് നടത്തും. അതിനുശേഷം ഇവിടെ ഇന്നലെ ഇടതു മുന്നണിയുടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ തന്നെ വലിയ ജനകീയ സമരം 15-ാം തീയതി രാവിലെ ഈ നഗരസഭയുടെ മുമ്പിലേക്ക് നടത്തിക്കൊണ്ട് ഇത് പുറത്താക്കുന്നത് വരെയുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു സമരം നടത്തുമെന്ന് മാത്രമാണ് ഇതിനകത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്.